ഇത് മാസ് മോട്ടോഴ്സിതാണ് ഹോണ്ട ഷൈൻ നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. മെയിനായിട്ടാണ് അത് പറഞ്ഞത് ഡിസ്ക് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ കോൺസെപ്റ്റ് മാറേണ്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്ക് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ മാസ്റ്റർ യൂണിറ്റാണ് നമുക്ക് മാറ്റേണ്ടത്. പക്ഷേ അതിൻ്റെ ഈ കാളിപ്പർ അസംബ്ലിയുടെ ഉണ്ടല്ലോ, ഇത് ഈ ബ്ലേഡ് വാൽവ് നല്ല രീതിയിൽ ടൈറ്റ്, ഫുൾ ടൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടിരിക്കുക. നമ്മൾ സ്പാൻഡറൊക്കെ ഇട്ട് പിടിച്ചാലും സ്ലിപ്പായി പോവാണ്. വെൽഡ് ചെയ്ത് അഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അത് ഒടിഞ്ഞു പോരും. അപ്പോൾ ഇത് നമുക്ക് സമയമുണ്ടെങ്കിൽ ചെയ്യലാണ് നടക്കുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒടിഞ്ഞ് പോകുന്ന കഴിഞ്ഞാൽ ലെയ്ത്തിലൊക്കെ കൊടുത്ത് അത് ക്ലിയർ ചെയ്തെടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ പിന്നെ ഈ കാളിപ്പർ അസംബ്ലി ഇതേപോലെ ഫുൾ സെറ്റ് മാറേണ്ടി വരും കേട്ടോ. നിലവിൽ ബ്രേക്ക് പാഡൊക്കെ ഫുള്ള് തീർന്നാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കണേ. തന്നെയല്ല അതിൻ്റെ MC സബ് അസംബ്ലി മാസ്റ്റർ സെറ്റ് തന്നെ MC സബ് അസംബ്ലി ഫുള്ള് കംപ്ലൈൻറ്റാണ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് വണ്ടി വെച്ചേക്കണേ. പക്ഷേ ഇത് അഴിച്ച് പോരാതെ കൊണ്ട് നമുക്കത് റിപ്പയർ ചെയ്യൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇത് ഡിസ്ക് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ തൽക്കാലം പെൻഡിങ് നിർത്തിയേക്കാണ്. അപ്പോൾ കോൺസെപ്റ്റ് മാറ്റാൻ പറഞ്ഞ പ്രകാരം നമ്മൾ കോൺസെപ്റ്റ് അഴിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കോണൊക്കെ ശരിക്കും ബോൾ റേസറൊക്കെ ഫുള്ള് തുരുമ്പാണ്, നല്ല രീതിയിൽ ടൈറ്റും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഫുൾ ടൈറ്റ് ആയതിന് ശേഷം ലൂസാക്കിയിട്ടൊക്കെയാണ് കസ്റ്റമർ വർക്ക്ഷോപ്പിലേക്ക് എത്തിച്ചത്. അപ്പോൾ നമ്മളത് അഴിച്ചു മാറ്റുന്നുണ്ട്. ഫ്രണ്ട് ഫുൾ സെറ്റായിട്ട് അഴിച്ചാലാണ് നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ. ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് ഉണ്ട് കേട്ടോ, അപ്പോൾ അതുകൂടിയും കൂട്ടത്തേക്കൂടെ നമ്മൾ മാറ്റി വിടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വയറിംഗ് ഒക്കെ ഫുള്ള് എക്സ്റ്റൻഷനൊക്കെ കൊടുത്തിട്ട് ജോയിൻ്റ് അടിച്ചൊക്കെ വെച്ചേക്കണതാണ്. അപ്പോൾ എന്തായാലും ഹാൻഡിൽ ഇങ്ങനെ അഴിക്കുന്ന സമയത്ത് ഇത് ചെറുതായിട്ടൊന്ന് വലിയും. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നെ പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഫംഗ്ഷൻ വർക്ക് ചെയ്യാത്തതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് തരാം. ഇങ്ങനെ വലിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡാമേജ് ഉള്ള വയറിംഗ് കിറ്റ് ആയതുകൊണ്ട് ലൂസ് കോൺടാക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടിയും നോർമൽ വെച്ചേക്കാം. കംപ്ലയിൻറ്റ് വരാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാം, അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഐറ്റംസ് എങ്ങനെയും സമയം നോക്കിയിട്ട് ഇപ്പോൾ വെൽഡ് ചെയ്തൊക്കെ കഴിച്ച് മിക്കവാറും ഒടിഞ്ഞു കഴിഞ്ഞാൽ ലേത്തി കൊടുക്കാനൊക്കെ സമയം ഉണ്ടെങ്കിലാണ് അത് വെച്ചിട്ട് കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ നിലവിൽ ചെയ്യുന്ന ബാക്കിയത്തെ വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ഇടാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. നമുക്ക് ഏകദേശം ഒരു 6 മണിയൊക്കെ ആവും തീരുമ്പോഴത്തേക്ക് കേട്ടോ. തീരുന്നതിനനുസരിച്ച് കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.